ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ SSLC എക്സാമിന് 2021 അഞ്ചാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, മെഷർ ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് angled triangle is 30 degree. Length of its smallest side is 6 centimeter. What is the length of its largest side? ഒരു മട്ടത്രികോണത്തിന്റെ ചെറിയ കോണിന്റെ അളവ് 30 ഡിഗ്രിയും ചെറിയ വശത്തിന്റെ നീളം 6 സെന്റിമീറ്ററുമാണ്. ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? 2021 ഒരു മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ചിത്രത്തിൽ നമുക്ക് കാണാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും തന്നിട്ടുണ്ട് 90. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്രയാവും? 60 ആവും. 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 എന്നാണ് റേഷ്യോ. ഓക്കെ, അതിൽ 1ന്റെ സ്ഥാനത്ത് 6 ആണെന്നുണ്ടെങ്കിൽ 2ന്റെ സ്ഥാനത്ത് 12 വരും, √3യുടെ സ്ഥാനത്ത് 6√3 എന്ന് വരും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ വശത്തിന്റെ നീളം എത്രയെന്നാണ്. വലുതെന്ന് പറയുന്നത് 2 അല്ലേ, അഥവാ ഏറ്റവും വലിയ കോണിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഏറ്റവും വലുത് വരിക. അപ്പോൾ 90ന് ഓപ്പോസിറ്റ് അത് എത്രയാ? 12. ഓക്കെ, 30, 60, 90 പറയുമ്പോൾ 1:√3:2 വരും. അതിൽ 1ന്റെ സ്ഥാനത്ത് 6 ആണ്, അപ്പോൾ 2ന്റെ സ്ഥാനത്ത് 12. അപ്പോൾ ഏറ്റവും വലിയ സൈഡ് എത്രയാണ്? 12 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്, വലിയ വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ B = 90 ഡിഗ്രി, AB = 7 cm, BC = 24 cm, AC = 25 cm. ചിത്രത്തിൽ കോൺ B 90 ഡിഗ്രി, AB 7 cm, BC 24 cm, AC 25 cm. Sin A = 24/K. What number is K? Sin A = 24/K ആയാൽ K ഏത് സംഖ്യയാണ്? റൈറ്റ്, cos C ആൻഡ് sin C. cos C, sin C ഇവ എഴുതുക. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോണേ. സൈൻ എ 24/K. ഇവിടെയാണ് സൈൻ എ വരുന്നത്, ഈ കോണ്. ഓക്കെ, എന്താ സൈനിന്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം. അപ്പൊ എതിർവശം 24, എതിർവശം 24, പിന്നെ ഹൈപ്പോട്ടനസ് 25, അത് K. അപ്പൊ Kയുടെ വാല്യൂ എത്രയാ? 25. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് 24 ആണ്, അപ്പോൾ K എത്രയാണ്? 24 തന്നെയാണല്ലോ ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററും ആ ഹൈപ്പോട്ടനസിന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും 25. ഇനി കോസ് C കാണണം. എന്താണ് കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ഇതാണ് C. ഓക്കെ, അപ്പോൾ കോസ് സിയുടെ അഡ്ജസൻറ്റ് ആരാ? 24 ആണ്. അപ്പോൾ 24/25. ഇനി സൈൻ സിയോ? C ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 7/25. കണ്ടോ, 24/25 7/25. Clear? In the figure, angle B = 90 degree, BC = 1 cm, sin A = 1/2. ചിത്രത്തിൽ കോൺ B 90 ഡിഗ്രി, BC 1 സെന്റിമീറ്റർ, sin A = 1/2. What is the length of AC? ACയുടെ നീളം കാണണം. Find the length of AB. ABയുടെ നീളം കണക്കാക്കുക. What is the measure of angle A? ആംഗിൾ എയുടെ അളവ് എന്താണ്? sin 60 എത്രയാണ്? അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ഇതാണ് എ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ എന്താ സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഇവിടെയും ന്യൂമറേറ്റർ 1 ആണ്, അപ്പോൾ ഇവിടെ 2 വരും. സോ AC എത്രയാ? 2 സെന്റിമീറ്റർ. ഇനി എ ബി കാണണം. അതിന് നമുക്ക് പൈതഗോറസ് യൂസ് ചെയ്യാം. AB² + BC² = AC², അല്ലെങ്കിൽ A² + രണ്ട് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ കിട്ടണം. പൈതഗോറസ് യൂസ് ചെയ്താൽ മതി. AB ആണ് കാണേണ്ടത്. BC 1 ആണ്, AC 2 ആണ്. ഓക്കെ, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1. ഈ 1നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ -1 ആവും. 4 - 1 3. സ്ക്വയർ കളയാൻ റൂട്ട് എടുത്തു, അപ്പോൾ √3. ABയുടെ വാല്യൂ കിട്ടി √3 ആണ്. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ A? നോക്കിയേ, 1:√3:2 എന്ന് വന്നു കഴിഞ്ഞാൽ 1:√3
√3:2 എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കോണുകളുണ്ട്. നമ്മൾ പഠിച്ചാണ് ഏതാ 30, 60, 90. 1 ഓപ്പോസിറ്റ് 30 വരും, √3 ഓപ്പോസിറ്റ് 60 വരും, ദെൻ 90 ഓപ്പോസിറ്റ് 2 വരും. 1:√3:2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 1 ഓപ്പോസിറ്റ്, അത് എത്രയാ 30 ഡിഗ്രി. ഇനി സൈൻ 60 കാണണം. സൈൻ 60 ഇത് എവിടെ ഉണ്ട്? സൈൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. 60യുടെ ഓപ്പോസിറ്റ് എത്രയാ? √3. ഹൈപ്പോട്ടനസ് എത്രയാ? 2. അപ്പോൾ √3/2. ഓക്കെ. A man standing at the edge of a river sees the top of tree at an elevation of 60 degree. Stepping 20 meter back, he see it an angle of elevation 30 degree. Draw a rough sketch and find the width of the river. ഒരു പുഴയുടെ കരയിൽ ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ഒരു ഏകദേശ ചിത്രം വരച്ച് പുഴയുടെ വീതി കണക്കാക്കുക. നോക്കിയേ, ഇവിടെ ഒരു മരം, അതൊരു പുഴയുടെ കരയിൽ നിൽക്കുന്നു. ഇവിടുന്ന് ഒരാൾ അത് 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇനി എത്ര മീറ്റർ പുറകോട്ട് മാറിയത്? 20 മീറ്റർ പുറകോട്ട് മാറുന്നു. അവിടുന്ന് അയാൾ സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ. 20 മീറ്റർ പുറകോട്ട് മാറുന്നു. അവിടുന്ന് അയാൾ അത് കാണുന്നത് 30 ഡിഗ്രിയിലാണ്. ഇതാണ് ആ ചിത്രം. ഓക്കെ. ഇനി ചിത്രത്തിൽ ഒന്നുകൂടി കുറച്ച് അളവുകളൊക്കെ വരുത്തുന്നുണ്ട്. അത് വരുത്തുന്നതിന് മുമ്പ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണല്ലേ ABC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കും. കാരണം ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ആംഗിൾ 180 ആണ്. അപ്പോൾ 60ക്ക് 120 കൂട്ടുമ്പോഴാണ് 180 കിട്ടുക. ഇനി ഇതൊരു ട്രയാങ്കിൾ ആണ് ABD എന്ന് പറയുന്നത്. ആ ABDയിൽ ഒന്ന് 30, ഒന്ന് 120, അപ്പോൾ 150 ആയി. ബാക്കി ഇനി എത്ര ഉണ്ട്? 30. ഈ 30ന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഈ 30ന് ഓപ്പോസിറ്റും എന്ത് തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും ലെങ്ത് വരിക. കാരണം അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് കോൺ ഈക്വൽ ആയാൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ 60, ഇത് മരം 90 ഡിഗ്രിയിൽ, അപ്പോൾ ഇവിടെ എത്ര വരും? 30. ഇനി 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ്. 90ന് ഓപ്പോസിറ്റ് ആണ് 2. 2ൻ്റെ സ്ഥാനത്ത് 20 ആണെന്നുണ്ടെങ്കിൽ 1ൻ്റെ സ്ഥാനത്ത് 10 വരും. 60ൻ്റെ സ്ഥാനത്ത് 10√3 വരും. റിവറിൻ്റെ വീതിയല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാ? 10. BC അല്ല റിവർ, മറ്റത് മരമാണ്. ഓക്കെ. ഞാൻ ഈ എഴുതിയ അളവുകളൊക്കെ ചിത്രത്തിൽ കൊടുത്താണ് ഞാൻ ഈ ചിത്രം ഇവിടെ ഒന്നുകൂടിയും കാണിച്ചു തന്നു. ഇനി ഈ ട്രയാങ്കിൾ എടുക്കും നമ്മൾ. ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. 120, 30, 30ന് ഓപ്പോസിറ്റ് 20 ആണെന്നുണ്ടെങ്കിൽ ഈ 30ന് ഓപ്പോസിറ്റ് എത്രയാ? 20. ഇനി ഈ BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. അത് 30, 60, 90 ആണ് വരുന്നത്. 1:√3:2 ആണ് റേഷ്യോ വരുന്നത്. അതിൽ 2ൻ്റെ സ്ഥാനത്ത് 40 ആണ്, സോറി 20 ആണ്. 20 മീറ്ററാണ് പുറകോട്ട് മാറിയത്. അപ്പോൾ ഇവിടെ 20 തന്നെയാണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എന്താവും? 10 ആവും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പുഴയുടെ വീതിയാണ്. പുഴയുടെ വീതി 1ൻ്റെ സ്ഥാനത്തല്ലേ വരുന്നത്? അത് എത്രയാണ്? അപ്പോൾ 10 മീറ്റർ ആണ്. ഇനി മരത്തിൻ്റെ ഉയരം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 10√3 എന്നും വരും. 60ന് ഓപ്പോസിറ്റ് DC 10√3. വിഡ്ത്ത് ഓഫ് ദ റിവർ, പുഴയുടെ വീതി എത്രയാണ്? 10 മീറ്റർ. നമ്മളോട് ചോദിച്ചത് പുഴയുടെ വീതി, അത് 10 മീറ്റർ ആണ്. ഇനി ഇൻ ദ ഫിഗർ AB = AC = 4 സെൻറ്റിമീറ്റർ, ആംഗിൾ A = 120 ഡിഗ്രി. ചിത്രത്തിൽ AB = AC = 4 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ A 120 ഡിഗ്രി. ആംഗിൾ B എത്രയാണെന്ന് കാണണം. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം A to BC. എയിൽ നിന്നും BCയിലേക്കുള്ള ലംബ ദൂരം കണക്കാക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഞാൻ ത്രികോണത്തിന് ഒന്നുകൂടി ഇങ്ങോട്ട് വരച്ചു, കുറച്ച് ആംഗിളുകൾ കൊടുത്തു. എങ്ങനെയൊക്കെയാണ് ആംഗിളുകൾ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളാം. ഇവിടെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, രണ്ടും 4 ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണും തുല്യമായിരിക്കും. ഓക്കെ, രണ്ട് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കോണും തുല്യമാവും. ത്രികോണത്തിൻ്റെ 3 കോണം കൂട്ടിയാൽ 180 ആണ്. അതിൽ 120 ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി ഇനി 60 വേണം. ഓക്കെ, ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ 60ന് തുല്യമായിട്ട് വീതം വെച്ച് കൊടുക്കുമ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ആൻസറായി ആംഗിൾ B = 30. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം A to BC. എയിൽ നിന്നും BCയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ദൂരം കാണണം. അതിന് നോക്കിയേ, ഇവിടെ 30, ഇവിടെ 90. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ആണ് വരിക. അപ്പോൾ ഇവിടെ എത്രയായി? 60 ആയി. അപ്പോൾ 30, 60, 90 വരും. റേഷ്യോ എത്രയാണ്? 1:√3:2. അതിൽ നോക്കിയേ, 2ൻ്റെ സ്ഥാനത്താണ് 4 കിടക്കുന്നത്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും. √3യുടെ സ്ഥാനത്തോ 2√3 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് 30ന് ഓപ്പോസിറ്റ് അല്ലേ? കണ്ടോ, എയിൽ നിന്നും BCയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് 30ന് ഓപ്പോസിറ്റ് അല്ലേ കിടക്കണേ, അഥവാ 1ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 2 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ AD2 എന്ന് കിട്ടി. ഇനി ഏരിയ കാണാൻ, എന്ത് ഏരിയ കാണാൻ ഇക്വേഷന്? ഏരിയ കാണാൻ നോക്കിയേ, ഈ 60ന്റെ ഓപ്പോസിറ്റ് 2√3 ആണ് കിട്ടിയത് നമുക്ക് കേട്ടോ, 2√3. അപ്പോൾ ഇവിടെ എന്താണ് 2√3. അപ്പോൾ ബേസ് മൊത്തം എത്രയായി? 4√3. ഇത് മുഴുവനായിട്ടാണ് ബേസ് കേട്ടോ. BD 2√3 ആണ്, അപ്പോൾ BC 4√3 ആവും. ഇനി ഏരിയ കാണണം, ഹാഫ് BH. ബേസ് എന്ന് പറയുന്നത് BC ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് AD ആണ്. അപ്പോൾ 4√3 × 2, ഈ 2 × 2 ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയുള്ളത്? 1 × 4√3 4√3. അപ്പോൾ ഏരിയ കിട്ടിയ എത്രയാ? 4√3 cm². ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.